ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ എനർജി ഇന്ന് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. ടൈംലെസ് ആണ്, കളക്റ്റീവാണ്. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ് ആണ്. അനുഗ്രഹങ്ങൾ ഒരുപാട് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് കാണുന്നുണ്ട്. 9 ഓഫ് സോർട്സ് ആണ്. ശരിക്കും നിങ്ങൾ സ്വപ്നം കണ്ട് ഭയപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നടക്കാത്ത കാര്യമാണ് കേട്ടോ. നിങ്ങൾ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങൾ ശരിക്കും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റ് ഇരുന്നിട്ടുണ്ടായിരിക്കാം. അത് നടന്നു എന്ന് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. 2 ഓഫ് സോർട്സ് ആണ്. ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നുണ്ട്. 7 ഓഫ് സോർട്സ്, Queen of Pentacles, 6 of Cups, Two of Cups, Hierophant റിവേഴ്സ് ആണ്. റിവേഴ്സിൽ ഷാഡോയാണ് വന്നിട്ടുള്ളത്. സൺ കാർഡ് വന്നിട്ടുണ്ട്. ഫൂൾ കാർഡ്, ഏസ് ഓഫ് പെന്റക്കിളിന്റെ ഷാഡോയാണ്. പക്ഷേ അത് കിങ് ഓഫ് വാൻസിന്റെ ഷാഡോയാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ആലോചിച്ച് അത് നിങ്ങൾ പകല് ആലോചിക്കുന്ന കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉപബോധ മനസ്സിലുള്ള കാര്യമാണ് നിങ്ങൾ സ്വപ്നമായിട്ട് പുറത്തു വരുന്നത്. വേണ്ടാത്ത ആകുലതകളുണ്ടെന്ന് കാണുന്നുണ്ട്. ഓവർ തിങ്കിങ് ശരിക്കും ഭയങ്കരമാണ്. നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ അത്രയധികം ചിന്തിച്ചു കൂട്ടേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ആവശ്യമില്ലാതെ ചിന്തിച്ച് ഉറക്കമില്ല എന്ന് കാണുന്നുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം പൊതുവിൽ അത്ര വലിയ നിങ്ങൾ ഈ ചിന്തിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങളെ മനസ്സ് നിങ്ങളെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ സമ്മതിക്കാതെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ നിങ്ങൾ പകൽ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അപ്പം രാത്രി നിങ്ങൾ കിടക്കുമ്പം അത് സ്വപ്നമായിട്ട് നിങ്ങളുടെ സബ് കോൺഷ്യസിൽ അത് ഉള്ളത് കൊണ്ട് അത് സ്വപ്നമായിട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും ക്ലാരിറ്റി ഇല്ല. നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. മുന്നോട്ട് പോകുമ്പം അപകടം സംഭവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോകുന്നു ഒക്കെ ഉള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. പെർമിറ്റ് വന്നിട്ടുണ്ട്. അപ്പം 2 ഓഫ് വാൻസ്, 5 ഓഫ് വാൻസ്. സ്ട്രഗിൾ ഭയങ്കരമാണ്. ഇന്നർ സ്ട്രഗിൾ ഭയങ്കരമാണെന്ന് കാണുന്നുണ്ട്. ഇതിൽ ചാരിയട്ടാണ്. അപ്പോൾ അതൊരു ക്ലാരിറ്റി കൂടെ എടുത്ത് നോക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് എംപ്റ്റി ചെയർസ് ആണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ആരോ നിങ്ങളെ ലൈഫിൽ നിന്ന് പോകും, നിങ്ങളെ വിട്ടിട്ട് പോകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള എന്തോ ഒരു കാര്യം നഷ്ടപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കർമ്മ ടോർച്ച്
ഇതിന് ക്ലാരിറ്റി വന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് എം ഡി ചെയറാണ് വന്നിരിക്കുന്നത്, സമ്മൺ ഈസ് ലീവിങ് യുവർ ലൈഫ്. അപ്പം നിങ്ങൾക്കൊരു പേടിയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഇപ്പം കാണുന്ന ആരോ നിങ്ങളെ വിട്ടിട്ട് പോകുന്നു എന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അത് കുഞ്ഞുങ്ങളെപ്പോലും നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡ് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ലവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളങ്ങനെ ഒരു ഈ ചിന്തിച്ച് കൂട്ടുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെ വിട്ട് കളയരുത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നമ്മളായിത്തീരും. അപ്പം നമ്മളത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ അത് തന്നെ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇവരെൻ്റെ കൂടെ കാണില്ല, ഇനി ഇവർക്ക് എന്ത് സംഭവിക്കും, ചിലപ്പോൾ അവരൊന്ന് പുറത്ത് പോയാൽ നിങ്ങൾക്ക് ടെൻഷനായിരിക്കും. അയ്യോ അവർ, അല്ലെങ്കിൽ രാത്രിയിൽ എന്തെങ്കിലും ഒരു ദുസ്വപ്നം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങളൊന്ന് മാറ്റണം കേട്ടോ. നിങ്ങൾ അത് മാറ്റണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ചീറ്റിങ് ചെയ്യുമോ അല്ലെങ്കിൽ ചീറ്റിങ് ഉണ്ടാവോ എന്നുള്ളൊരു ഭയം. ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ആ ഒരു കാര്യമാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അത്രയും ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരാവശ്യവും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഒരു ദൈവം ഒരു അനുഗ്രഹമുള്ള ഒരു ജീവിതമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാതെ ചിന്തിച്ച് നിങ്ങളങ്ങനെ ഒരു ആ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തരുത്. പിന്നെ ചിലർക്ക് ഒരു റീയൂണിയൻ ഉണ്ട് എന്നുള്ളതാണ്. ഒരു 6 ഓഫ് കപ്സും 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിന്നും നിങ്ങളെ വിട്ടിട്ട് പോയ ആരെങ്കിലും നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ടായിരിക്കാം. റീയൂണിയൻ അതാണ് പറയുന്നത്. ചിലപ്പോൾ അത് ഹസ്ബൻഡായിരിക്കാം, ലവറായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കാം. അങ്ങനെ ആരെങ്കിലും നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഇത് പിന്നെ ഹയറഫൻ്റ് ആണ്. ശരിക്കും നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾ തിരിച്ചറിയുക. ഈ ഒരു യൂണിവേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കുക. മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ തന്നെ പറയുന്നുണ്ട്. സൺ ഗാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് വരികയില്ല എന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫൂൾ കാർഡാണ്. പുതിയ തുടക്കമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെനിക്ക് എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടാകും, അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ആ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആ ചിന്തിച്ചൊന്ന് തീരുമാനിച്ച് തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. ശരിക്കും മുന്നിലേക്ക് അത് ഷാഡോ ആണ്. പക്ഷെ ഷാഡോ മുന്നിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പല സമയം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. 2 ഓഫ് വൺസ് ആണ്. ശരിക്കും ഒരു ടെൻഷനാണ്. എങ്ങനെയാണ് മുന്നോട്ട്, ഇത് 2 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകും, ഇതിൽ ചീറ്റിംഗ് ഉണ്ടോ, അങ്ങനെയൊക്കെ ഉള്ള ചിന്തകളാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് കാണുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ശരിക്കും ചില കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനേ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സാധ്യതകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എന്തോ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഗ്രോത്ത് വരുന്നുണ്ട്. അത് നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന വിധത്തിലുള്ളൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഹെർമിറ്റാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം മറ്റുള്ളവർക്കും വഴിവിളക്ക് ആകേണ്ട ആൾക്കാരാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രകാശത്തെ ജ്വലിപ്പിക്കുക. നിങ്ങൾ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന കൃത്യമായിട്ടും ചെയ്തിരിക്കണം, മെഡിറ്റേഷനും ചെയ്തിരിക്കണം കേട്ടോ. എന്നാലേ നമ്മളുടെ ആ ഒരു നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ ഷാഡോസ് ഉണ്ട്. കുറേ പാസ്റ്റ് ലൈഫിൽ കുറേ ട്രോമ ആയിരിക്കാം. പാസ്റ്റിൽ നിങ്ങൾ കടന്നു വന്ന നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഒരുപാട് ടെൻഷനും വിഷമമൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡിലുണ്ട്. ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുഞ്ഞിലെ, കാരണം ഈ 9 വയസ്സ് വരെ ഉള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പിന്നെ ഓർത്തെടുക്കാൻ പറ്റൂല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ ആ ഒരു
നമ്മളുടെ ആ ഒരു സോളിൽ, അതായത് ഇന്നർ ചൈൽഡിൽ അതുണ്ട്. എന്താണോ സംഭവിച്ചതെന്നോ നമുക്ക് എത്ര വിഷമം വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അത് ഇങ്ങനെ നിങ്ങളെ ആ ഒരു ഷാഡോ ആയിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളത് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് ഹീൽ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭയങ്കര ടെൻഷനും നിങ്ങൾക്ക് ഒന്നിലും വിശ്വസിക്കാൻ പറ്റാത്തതും നിങ്ങൾ നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും ചിന്തിക്കുന്നതും. അതൊന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ 2 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഇത് ഷാഡോയാണ്. അപ്പോൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഷാഡോയിൽ കൃത്യമായിട്ട് അറിയാം മുന്നോട്ട് എന്താണ് നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾക്ക് എന്ത് ആ പ്ലാനിങ് ഒക്കെ കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജി ഉണ്ട്. അതും ആ ഒരു കാര്യം നിങ്ങൾക്കൊരു ടെൻഷനാണ്. മറ്റുള്ളവരെ നിങ്ങളെ സംസാരത്തിൽ നിന്ന് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനാണ് ഇതിൽ. അപ്പോൾ അതുമൊക്കെ ഒന്ന് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ടോർച്ചാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ്, എൻലൈറ്റ്മെൻറ്റ്, അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും ഇത് ഹെർമിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണം എന്നുള്ളതാണ്. നിങ്ങൾ സ്പിരിച്വലി ഡെവലപ്പ് ആകേണ്ട ആവശ്യകതയുണ്ട് നിങ്ങൾക്കിപ്പോൾ അത് അറിയാമോ അറിഞ്ഞൂടാ, തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും ചിലപ്പോൾ, പക്ഷേ അത് വേണം എന്നാണ്. ഹൈസ്റ്റാക്കാണ് കർമ്മ, യു വിൽ റീഡ് വാട്ട് യു ഹാവ് സോൺ. അപ്പം നിങ്ങൾ എന്താണോ വിതച്ചത് നിങ്ങൾ പോയി. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായാൽ ഈ ലൈഫിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. നമുക്ക് ടെൻഷൻ ഉണ്ടാകും. ആ കർമ്മ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് ഹീൽ ചെയ്യണം കേട്ടോ. പാസ്റ്റ് ലൈഫിലുള്ള കർമ്മ അത് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷനിലൂടെ അത് പറ്റും. അപ്പം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു മെഡിറ്റേഷൻ യൂട്യൂബിൽ നിന്ന് എടുത്ത് ചെയ്താൽ മതി. അത് പിന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യുമ്പോൾ തന്നെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മയും നിങ്ങൾക്ക് ഹീലാകും. പിന്നെ ഈ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഹീൽ ചെയ്യണം. അതിനും നിങ്ങൾ ഫോർഗീവ്നെസ് ചോദിച്ചാൽ മതി. നിങ്ങൾ എല്ലാവരോടും നിങ്ങളോട് മിസ്റ്റേക്സ് ചെയ്ത എല്ലാവരോടും നിങ്ങൾ ക്ഷമ ചോദിക്കുക, പുറത്തു കൊടുക്കുക. അപ്പോൾ ദൈവം നിങ്ങളുടെ എല്ലാ മിസ്റ്റേക്സും പുറത്തു തരും എന്നുള്ളതാണ്. വൾച്ചറാണ് ഡിപ്രഷൻ, ആൻസൈറ്റി, വറി ദാറ്റ് സമ്മൺ ഈസ് അഗൈൻസ്റ്റ് യു. നിങ്ങൾക്ക് എപ്പോഴും പേടിയായ ടെൻഷനാണ്. മറ്റുള്ളവർ നിങ്ങളെ ഇതിൽ ചിലർ നിങ്ങൾക്ക് എതിരായിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് അത് വലുതാക്കുന്നു എന്നും കാണുന്നുണ്ട്. ആൻഡാണ് വർക്ക്, അച്ചീവ്മെൻ്റ് ആൻഡ് സക്സസ്. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യമൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ വർക്ക്, അച്ചീവ്മെൻ്റ് ആൻഡ് സക്സസ് ആണ്. നിങ്ങൾക്ക് സക്സസ് കിട്ടും. കാരണം നിങ്ങൾ അച്ചീവ്മെൻറ്റും കിട്ടും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങളിപ്പോൾ എന്താണോ ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ സക്സസ് ആണെന്നുള്ളതാണ്. പിന്നെ ഈഗിളാണ് ട്രയംഫ് ഓവർ ട്രബിൾസ് ഒബ്സ്റ്റക്കിൾസ്. നിങ്ങൾ ഒരു ഈഗിളിൻ്റെ ശക്തിയുള്ള ഒരാളാണ്. അപ്പോൾ ഈഗിളിനെ അറിയാമല്ലോ, അത് അത്രയും എല്ലാ ഒബ്സ്റ്റക്കിൾസും അത് മറികടക്കാൻ പറ്റുന്നൊരു പക്ഷിയാണ് ഈഗിള്. അപ്പോൾ എല്ലാ ട്രബിൾസും മറികടക്കാൻ എന്നെ കൊണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആകണം എന്നുള്ളതാണ്. ചെയർ എംപ്റ്റി ആണ്, സമ്മൺ ഈസ് ലിവിങ് യുവർ ലൈഫ്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു ഇത് നിങ്ങളുടെ ടെൻഷനാണ്. ആരെങ്കിലും വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ടെൻഷനാണ്. അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിപ്പോയ ആൾക്കാർ ഇനി ഒരിക്കലും എൻ്റെ ലൈഫിലേക്ക് തിരികെ വരില്ലേ എന്നുള്ളൊരു ടെൻഷനാണ്. അങ്ങനെയൊന്നും വിഷമിക്കേണ്ട. ഇതിൽ ഒരു റീയൂണിയൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുറച്ച് കൺസെപ്റ്റ് നോക്കാം എന്താണ്. ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. ഇന്നും നാളെയും വൈകുന്നേരത്തെ വീഡിയോ കാണില്ല. അപ്പോൾ അത് പറയാമെന്ന് വെച്ച് തിരക്കാണ്. കുറച്ച് പവറാണ്, വിക്ടറീസ് ആൻഡ് സക്സസ് ആണ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്. നിങ്ങൾ ഈ ഒരു നിങ്ങൾ തോറ്റു പോകുമോ, മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിച്ച് കളയുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് നിങ്ങൾക്ക്. പാസ്റ്റിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു കാര്യമാണ് മനസ്സിൽ. അപ്പോൾ അത് വിട്ട് കളയുക.
വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സക്സസ് ആണ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സക്സസ് ഉണ്ടാകും എന്തായാലും. പിന്നെ പവറാണ്, നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് വരണം എന്നാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടേക്ക് പവറിലേക്ക് വരുന്ന ഒരു സമയമാണത്. അപ്പം നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാകും എന്നാണ്. നിങ്ങളുടെ പവറിനെ കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് മാറ്റിക്കളയേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകത നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകും. മെഡിറ്റേഷനൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ്. ഈ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ, നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയിലാണ് നിങ്ങളുള്ളതെങ്കിൽ, ഓവർ ടെൻസ്ഡ് ആണെങ്കിൽ നിങ്ങളത് മാറ്റിക്കളയുക എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.